30 ഡേയ്സ് ലേണിംഗ് ചലഞ്ചിൻ്റെ 5ാമത്തെ ദിവസത്തിലേക്കാണ് നാം കിടക്കുന്നത്. മലയാളം പഠിക്കാം എളുപ്പത്തിൽ. ഏതൊരു കുട്ടിക്കും അനായാസം എഴുതാനും വായിക്കാനും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക. നമ്മൾ ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ സ്വരാക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒന്നുകൂടി നമ്മൾ പഠിച്ചുറപ്പിക്കുകയാണ്. ബുക്കിൽ എഴുതി പരിശീലിക്കുക, പറഞ്ഞെഴുതുക, ഉച്ചത്തിൽ പറയുക. നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്ന രീതിയിൽ വേണം എഴുതി പഠിക്കാൻ. മലയാള അക്ഷരത്തിൻ്റെ വടിവ് ഉരുണ്ടതാണ്. നല്ല ഭംഗിയിൽ ഉരുട്ടി എഴുതാൻ പരിശീലിക്കുക. എഴുതി പഠിക്കാൻ പെൻസിൽ തന്നെ ഉപയോഗിക്കുക, അതായിരിക്കും നല്ലത്. അക്ഷരം നല്ല വടിവോടുകൂടി വന്നതിന് ശേഷം പേന ഉപയോഗിക്കാം, അതിൽ തെറ്റില്ല. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടന്നാലോ? സ്വരാക്ഷരങ്ങളും സ്വരചിഹ്നങ്ങളുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ? വവൽസ് ഏതൊക്കെയാണ്? അ ആ, ഇ ഈ, ഉ ഊ, ഋ, എ ഏ, ഐ, ഒ ഓ, ഔ, അം. നോക്കിയാലോ? ആദ്യത്തെ അക്ഷരം ആയാണ്. അതിൻ്റെ ആ എന്നുള്ള അക്ഷരത്തിന് ഹ്രസ്വാക്ഷരമായ ആക്കി ചിഹ്നമില്ല. എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും, അതായത് കോൺസണൻസ് നമുക്ക് ഉച്ചരിക്കണമെങ്കിൽ ഈ സ്വരാക്ഷരങ്ങളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. ഇവിടെ ഉദാഹരണമായി കൊടുത്തിരിക്കുന്നത് ക, ച, പ തുടങ്ങിയ അക്ഷരങ്ങളാണ്. ക പ്ലസ് ആ, ക. അങ്ങനെയാണ്. കായൻ്റെ കൂടെ ആ ചേരുമ്പോഴാണ് നമുക്ക് ക എന്ന് ഉച്ചരിക്കാൻ പറ്റുന്നത്. അതിൻ്റെ ശരിയായിട്ടുള്ള ഉച്ചാരണം ക എന്നാണ്. രണ്ടാമത്തെ അക്ഷരം ആ. ആ, അതിൻ്റെ സ്വരചിഹ്നം ദീർഘമാണ്. ഉദാഹരണമായി കായുടെ കൂടെ ആ എന്നുള്ള അക്ഷരം ചേരുമ്പോൾ എന്തായി മാറും? കാ, പാ, ച. അവർക്ക് പറഞ്ഞു പഠിക്കുക. അടുത്ത അക്ഷരം ഈ ആണ്. സ്വരചിഹ്നം വള്ളിയാണ്. കായുടെ കൂടെ ഈ ചേരുമ്പോൾ എന്തായി മാറും? കി, കി, ചി, ടി, തി, പി, അല്ലേ? അടുത്തത് ഈ. ഓരോ അക്ഷരങ്ങളും നീട്ടി ഉച്ചരിക്കുക. ദീർഘാക്ഷരങ്ങൾ ഈകാരമാണ്, കെട്ടുവള്ളിയാണ് സ്വരചിഹ്നം. അ ആ, ഇ ഈ കൂടെ പറഞ്ഞു പഠിക്കുക. ബുക്കിലേക്ക് എഴുതുന്ന ബുക്കിലേക്ക് ശരിയായി എഴുതി ഉച്ചരിച്ച് എഴുതാൻ പരിശീലിക്കുക. അടുത്തത് ഉ ഊ. സ്വരചിഹ്നം കൊടുത്തിട്ടുണ്ട്. കായുടെ കൂടെ സ്വരചിഹ്നം ചേരുമ്പോൾ എന്തായി മാറും? കു, അല്ലേ? അങ്ങനെ ഓരോ അക്ഷരത്തിൻ്റെ ഒപ്പം നമ്മൾ ഉകാരം ചേർക്കുമ്പോൾ അത് ഉ, കു, പു, ചു, ടു, തു. അടുത്തത് ഊ, ഊകാരം. കൂ, പൂ, ചൂ. മനസ്സിലായല്ലോ? അടുത്തത് റ്. കായുടെ കൂടെ റ് ചേരുമ്പോൾ എന്തായി മാറും? കൃ, കൃ. എന്തായിട്ട് മാറും? കൃ, അല്ലേ? മൃ, ചൃ. അടുത്തത് എ. കായുടെ കൂടെ എ ചേരുമ്പോൾ എന്തായി മാറും? കെ, ചെ, ടെ, തെ, പെ. ഏ, കേ, പേ. എല്ലാത്തിൻ്റെ സ്വരചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഐ, കൈ, പൈ, മൈ, തൈ, ചൈ. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തത് ഓ ആണ്. ഒ ഓ. ആദ്യത്തെ അക്ഷരമായ ഓ ഹ്രസ്വമാണ്. ഓ, കോ, പോ, ചോ, ടോ, ടോ, പോ. അങ്ങനെ നമുക്ക് ഉച്ചരിക്കാം. ഓ, അത് നീട്ടി ഉച്ചരിക്കേണ്ടതാണ്. കോ, പോ, ചോ, ടോ, തോ. അടുത്തത് ഔ. ഔ, കൗ, പൗ, ചൗ, ടൗ, തൗ, മൗ. അവസാന അക്ഷരമാണ് അനുസ്വാരം. അം വരുന്ന അനുസ്വാര ചിഹ്നം വരുന്ന അം. കം, പം, ചം, ടം, തം, ലം. അടുത്തതായി കൊടുത്തിരിക്കുന്നത് ക എന്ന അക്ഷരത്തോടുകൂടി സ്വരചിഹ്നങ്ങൾ ചേർത്ത് എഴുതിയിരിക്കുന്നതാണ്. ക, കാ, കി, കീ, കു, കൂ, കൃ, കെ, കേ, കൈ, കൊ, കോ, കൗ, കം. അടുത്ത അക്ഷരം നോക്കാം. ട, ടാ, ടി, ടീ, ടു, ടു, ട്ര, ടെ, ടേ, ടൈ, ടൊ, ടോ, ടൗ, ടം. കാ കഴിഞ്ഞ് അടുത്തത് ചായാണ്. ഇവിടെ ഒരു ഓർഡർ തെറ്റ് വന്നു. അത് കുഴപ്പമില്ല. നമ്മൾ ഏത് അക്ഷരമാണെങ്കിലും ഇപ്പോൾ പഠിച്ചിട്ടില്ലല്ലോ. വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടി നമ്മൾ ക, ച, ട, ത, പ. ഇതാണ് നമ്മൾ സ്വീകരിക്കുന്ന ഒരു ട്രിക്ക്.
ഓക്കെ. ചച്ചാ, ചിച്ചി, ചുച്ചു, ചിറ്, ചേച്ചേ, ചായ്, ചൊച്ചോ, ചൗ, ചം. ഇനി നിങ്ങൾക്കുള്ളതാണ് ഹോംവർക്ക്. ഇവിടെ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ ഏതാണ്? തായ, പ എന്നീ 2 അക്ഷരങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ എന്ത് വേണം? എല്ലാവരും എന്ത് വേണം? ത എന്ന അക്ഷരത്തോടു കൂടി തതാ, തിതി, തുതു, തൃ, തെതേ, തൈ, തൊതോ, തൗ, തം. അതുപോലെ പ എന്ന അക്ഷരത്തോടു കൂടി ചേർത്ത് എഴുതുമല്ലോ. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ കേൾക്കുന്നവർ മുതിർന്നവരായാലും കുട്ടികളായാലും മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. മാതൃഭാഷ പഠിച്ചു വേണം എല്ലാവരും വളരേണ്ടത്. നമ്മൾ മലയാളികൾ അത് മറക്കാതെ ചെയ്യേണ്ടതാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം.